എന്താ പെട്രോൾ ഒഴിക്കാൻ. ഇപ്പം നയാരൻ്റെ പെട്രോൾ ഒഴിച്ചു. ഇപ്പം 1 ലിറ്ററാണ് ഒഴിക്കുന്നത്. ഏതാണ്ട് 470 ml ആണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. ഒഴിക്കുമ്പോൾ ഭയങ്കര ഇതാണ് പറയാം. 470 ml കേട്ടോ. ഇപ്പം എത്ര ഇത് പോകുമെന്ന് നോക്കാം. എത്ര കിലോമീറ്റർ പോകുമെന്ന് നോക്കാം. ഇപ്പം നേരത്തെ എന്താ 470 ml നയാരൻ്റെ ഇത് ഏതാണ്ട് 20 ഇതിൽ കാണിക്കുന്നുണ്ട് വണ്ടിയിൽ. ഇതെന്തെങ്ങനെ ആ ലിറ്റർ ഒഴിച്ചല്ലെങ്കിൽ കുഴപ്പമില്ല. അതാവില്ലല്ലോ. എന്താല്ലേ ആ ലിറ്റർ ഇനിയിപ്പോൾ ലാസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചണം. ഇപ്പം അപ്പോൾ ഇത് അവസാനത്തെ ഒരു ടെസ്റ്റും കൂടെയാണ്. ഇനിയിപ്പം എന്താ പാലക്കാട് ആണ് എൻ്റെ ഒരു ടാർഗറ്റ്. പാലക്കാട് എത്താനാവും. അപ്പോൾ ഏതാണ്ട് ഒരു 20 കിലോമീറ്ററാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ലാസ്റ്റത്തെ ഇതും കൂടി 20 പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, 2 പെട്രോളും ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം അടിച്ചത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോളാണ്. 50 രൂപക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ ഞാൻ മേടിച്ചത്. 450 ml സെയിം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 16.8 9 കണക്കാക്കാം നമുക്ക്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കമ്മിയായിട്ട് വരും മൈലേജ്. പിന്നെ നമുക്ക് എന്താ രണ്ടാമത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് നയാരൻ്റെ ഇത്. നയാര ഇതേമാതിരി 450 ml 50 രൂപക്ക് എന്താ എനിക്ക് കിട്ടിയൊരു മൈലേജ് ഏതാണ്ട് 20.1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ശരാശരി നോക്കുമ്പോൾ ഏതാണ്ട് 42. കമ്പനി പറഞ്ഞത് അന്ന് കേട്ടോ, ഇത് 2019 BS4 ആണ്. അപ്പം അന്ന് കമ്പനി പറഞ്ഞ 45 എനിക്ക് ഏതാണ്ട് 40 കിട്ടലുണ്ട്. പിന്നെ ഈ കുറച്ചും കൂടി ഈ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി പവറിലൊരു സ്കൂട്ടറാണല്ലോ. കാര്യമായിട്ട് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ അങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്കൂട്ടറുകൾ ഇറക്കാറില്ല. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ 20 കിട്ടി, 20ൻ്റെ ഇതിൽ കിട്ടി. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 21 വെച്ച് ഒരു 42 നമുക്ക് കണക്കാക്കാം. 1 ലിറ്റർ കണക്കാക്കാം മൈലേജ്. മറ്റേത് വളരെ കുറവാണ്. ഇതൊരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഇത് നമുക്ക് കിട്ടും. വലിയതൊന്നും പറയാൻ പറ്റില്ല, 50 ഞാൻ പറയില്ല. എനിക്ക് കറക്റ്റ് ഒരു 40-42 കിട്ടും, അത് ഷുവറാണ്. ഈ രണ്ടാമത്തെ ഇത് കേട്ടോ. ഇനിയിപ്പോൾ HP കൂടെ ഉണ്ട്. HP ആണ് ഇപ്പോൾ ലാസ്റ്റ് അടിച്ചത്. അതിൻ്റെ റിസൾട്ട് കൂടെ അറിയണം. അത് കഴിഞ്ഞിട്ടുള്ളപ്പോൾ നമുക്കൊരു എന്താ അപ്പം ഫൈനൽ റിസൾട്ട് അറിയണമെങ്കിൽ ഇപ്പം ഈ രണ്ടാമത്തെ HP കൂടി എത്രയാണെന്ന് ഇത് ചെയ്യണം, നോക്കണം. HP കൂടി ഈ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യൻ ഓയിൽ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയി തോന്നുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ച് എന്താ HP ആയിരിക്കും മോശം. ഇന്ത്യൻ ഓയിൽ കുറച്ചൊക്കെ നന്നാവുമെന്ന് വിചാരിച്ചത്. ഇന്ത്യൻ ഓയിലാണ് മോശമായത്. ഞാൻ ഏറ്റവും മൈലേജ് വിചാരിച്ചത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ അടിക്കുമ്പോഴായിരിക്കും വിചാരിച്ചത്. എന്താവോ HP ഇനിയിപ്പം ഇത് 20 കിട്ടുകയാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. ഇന്ത്യൻ ഓയിൽ എനിക്ക് ബെസ്റ്റ് ആവാത്തതിൻ്റെ പ്രധാന കാരണം എനിക്ക് മനസ്സിലായിരിക്കണം ആ ഒരു പെട്രോൾ പമ്പിൻ്റെ ഇതും കൂടെ ആയിരിക്കും. എനിക്കൊന്ന് ഏറ്റവും മികച്ച ഇന്ത്യൻ ഓയിൽ തന്നെ തോന്നുന്നു. എന്തായാലും ഞാൻ ഫൈനൽ റിസൾട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ.